بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച വളരെ പ്രസിദ്ധമായ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബാണ്. ഹദീസിന്റെ ഗ്രന്ഥം. ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അദബുകൾ, എല്ലാ രീതിയിലുള്ള അദബുകളും ക്രോഡീകരിച്ചിട്ടുള്ള ഹദീസുകൾ, അതാണ് ഈ കിതാബിൽ പറയുന്നത്. അദബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ മര്യാദ എന്ന് പറയും. അദബ് എന്നുള്ളത് ആരാലും ഇഷ്ടപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അദബ് എന്ന് പറയുക. മറ്റൊരാൾ ഇഷ്ടപ്പെടുന്ന, മറ്റൊരാൾ പ്രശംസിക്കുന്ന കാര്യങ്ങൾക്കാണ് അദബ് എന്ന് പറയുക. ഒരടിമക്ക് ആദ്യമായിട്ട് അദബ് വേണ്ടത് അൽ അദബു മഅല്ലാഹ്, അള്ളാഹിനടുത്തുള്ള അദബാണ്. അള്ളാഹിനോടുള്ള അദബ് എന്താണ്? ഒന്നാമത്തത് അൽ ഹയാ, ലജ്ജ. അള്ളാഹുവിനോട് ലജ്ജ കാണിക്കണം. ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖ്ഖൽ ഹയാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങൾ അള്ളാഹുവിനോട് യഥാർത്ഥ രീതിയിൽ ലജ്ജ കാണിക്കണം. അള്ളാഹുവിനോടുള്ള ലജ്ജ എന്താണ്? അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും എനിക്ക് നേടിയെടുക്കണം. അതിന് ഞാൻ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യണം, നിരോധിച്ചത് വെടിയണം. ആ അള്ളാഹു ഹറാമാക്കിയത് ചെയ്യുമ്പോൾ ഇത് അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ലജ്ജ നമുക്ക് വേണം. അതാണ് അൽ ഹയാ, അള്ളാഹുവിനോടുള്ള ലജ്ജ. പിന്നെ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം, അത് അദബാണ്, അള്ളാഹുവിനോടുള്ള അദബാണ്. എൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ കിതാബിനെയും അള്ളാഹുവിന്റെ ദീനിനെയും ഇസ്ലാമിനെയും സ്നേഹിക്കുക, അതിന് പരിഗണന കൊടുക്കുക, അതൊക്കെ അള്ളാഹുവിനോടുള്ള അദബാണ്. അതാണ് ആദ്യം വേണ്ടത്. രണ്ടാമത്തേത് അൽ അദബു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അദബ്. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്ക് മുൻഗണന കൊടുക്കുക. ജീവിതത്തിൽ ഏതേത് സാഹചര്യങ്ങളിലും റസൂലിന്റെ കൽപ്പനകൾക്കും റസൂലിന്റെ താല്പര്യങ്ങൾക്കും മുൻഗണന കൊടുക്കുക. ചില കാര്യങ്ങൾ റസൂൽ കൽപ്പിച്ചിട്ടില്ല, പക്ഷെ റസൂലിന്റെ താല്പര്യം അതാണ്, റസൂലിന്റെ ഇഷ്ടം അതാണ്. അതിന് മുൻഗണന കൊടുക്കുക, പരിഗണന കൊടുക്കുക. റസൂൽ എന്താണോ പറയുന്നത് അത് ചെയ്യാൻ കാത്തിരിക്കുക. റസൂലിന്റെ വാക്കുകൾ കിട്ടി, റസൂലിന്റെ താല്പര്യം ഇതാണെന്ന് അറിഞ്ഞു, അതിനുശേഷവും നമ്മുടെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കാതിരിക്കുക, അത് റസൂലിനോടുള്ള അദബാണ്. റസൂലിന്റെ ഹദീസുകൾ പറയപ്പെടുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ പിൻപറ്റുക, റസൂലിനെ മാതൃകയെ സ്വീകരിക്കുക. ജീവിതത്തിന്റെ ഉടനീളം റസൂലിനെ മാതൃകയെ സ്വീകരിക്കുക, റസൂലിനുള്ള അദബാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ റസൂൽ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്,
എൻ്റെ റസൂലിന്റെ ഇഷ്ടം ഇതായിരുന്നു, റസൂലിന്റെ താല്പര്യം ഇതായിരുന്നു. ഏത് മേഖലയിൽ? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഏതേത് മേഖലയിലും നമുക്ക് പിൻപറ്റാൻ, അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റാൻ കഴിയും. നമ്മുടെ ജോലി സ്ഥലത്ത് അള്ളാഹുവിന്റെ റസൂലിനുള്ള ജോലി, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ദാമ്പത്യ ജീവിതം, മക്കളെ വളർത്തുന്നത് റസൂലിന്റെ മക്കളെ വളർത്തിയത്, നമ്മുടെ നേത്രപാഠവത്തിൽ റസൂൽ സഹാബാക്കളെ നേത്രപാഠം കാണിച്ചു കൊടുത്തത്, ഏതേത് മേഖലയിലും, പൊതുരാഷ്ട്രീയ മേഖലയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും എൻ്റെ റസൂൽ എന്ത് ചെയ്തു എന്നതിനെ പരിഗണിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബാണ്. ഇതിന് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അദബ് അൽ അദബു മഅൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള അദബാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കിതാബ് ആരംഭിക്കുന്നത് തന്നെ മാതാപിതാക്കളോടുള്ള അദബുകൾ പറഞ്ഞിട്ടുള്ള ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ആദ്യം അവരോടുള്ള കടപ്പാടുകൾ, അവരോടുള്ള അദബ് പറയുന്ന ഹദീസുകളാണ് ആദ്യം ക്രോഡീകരിച്ചത്. ഈ അദബ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കണം. നമ്മൾ ഈ കിതാബ് പഠിക്കാൻ ആരംഭിക്കണം. നമ്മളൊരു കിതാബ് പഠിക്കുന്നു, ഒരു ഇൽമ് കരസ്ഥമാക്കാൻ തയ്യാറായിരിക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ട് ഇഖ്ലാസുൻ നിയ്യ, നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. എന്താണ് നിയ്യത്ത്? ഈ പഠിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അത് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം, എന്നാൽ ഇൽമ് പരിപൂർണമാവുകയുള്ളൂ. അത് സഹാബാക്കളുടെ രീതിയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നിയ്യത്ത് ശരിയായാൽ ഇൽമ് പഠിക്കുന്നതിന് തുല്യമായിട്ട് യാതൊരു അമലും വരികയില്ല. അത്രയും ഉയർന്ന സ്ഥാനത്തുള്ള ഇബാദത്താണ് തലബുൽ ഇൽമ്, ഇൽമ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ കൂട്ടത്തിലെ ആള് ചോദിച്ചു, എങ്ങനെയാണ് നിയ്യത്ത് ശരിയാക്കുക? അദ്ദേഹം പറഞ്ഞു, പഠിക്കുന്ന ഒരാൾക്ക്, ഇൽമ് തേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവന്റെ മനസ്സിലുണ്ടാകേണ്ടത് ആദ്യം അവന്റെ മനസ്സിൽ നിന്നും ജഹലിനെ നീക്കുക, അറിവില്ലായ്മയെ നീക്കുക. രണ്ടാമത്തത് ഈ പഠിച്ചത് മറ്റൊരാളിലേക്ക് എത്തിക്കുക. അതാണ് നിയ്യത്ത് വേണ്ടത്. ആര് നിയ്യത്ത് ഉണ്ടായിരിക്കും? സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരും, പഠിക്കും, മനസ്സിലാക്കും, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. ഒരു ഉദാഹരണം, വഫ്ദു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിദൂര ദിക്കുകളിൽ നിന്ന് സഹാബാക്കൾ ജമാഅത്തായിട്ട് വരും. കുറച്ച് ദിവസം അവിടെ താമസിക്കും, ദീൻ പഠിക്കും, എന്നിട്ട് അവിടെ തിരിച്ചു പോകും. വഫ്ദു അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസ് എന്ന സഹാബിയുടെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഇന്ന ഹാദൽ ഹയ്യ ബൈനന, നമ്മൾക്കിടയിൽ ഒരു ഗോത്രമുണ്ട്, മുദർ ഗോത്രം. അതുകൊണ്ട് നമുക്ക് എല്ലാ വർഷവും താങ്കളുടെ അടുക്കലേക്ക് വരാൻ കഴിയില്ല, അവർ നമ്മൾ ആക്രമിക്കും. അപ്പം അഷ്ഹുറുൽ ഹറാം, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ മാത്രമേ താങ്കളുടെ അടുക്കലേക്ക് നമുക്ക് വരാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യണം? താങ്കൾ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ കൽപ്പിക്കണം. എങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം അത്? സഹാബകളുടെ താല്പര്യമാണ്. നമുക്ക് താങ്കൾ പറഞ്ഞു തരണം, പഠിപ്പിക്കണം. എങ്ങനത്തെ കാര്യങ്ങൾ? അത് തിരിച്ചു പോയി നമ്മുടെ കൗമിന്, നമ്മുടെ സമൂഹത്തിന് നമുക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയണം. എന്നിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിലേക്കും പോകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം. അപ്പൊ നമ്മുടെ തലബുൽ ഇൽം, നമ്മുടെ ഇൽമ് പഠിക്കുന്നതിന്റെ താല്പര്യം എന്താണ്? ഒന്ന്, സ്വയം പ്രാവർത്തികമാക്കുക. രണ്ട്, മറ്റുള്ളവരെ അത് പഠിപ്പിക്കുക. എന്നിട്ട് എല്ലാവരും അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിന്റെ സ്നേഹത്തിലേക്ക് അടുക്കുക. അതാണ് താല്പര്യം. ദുആ ചെയ്യുക. രണ്ടാമത്തേത് ദുആ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സഹാബിയോട് പറഞ്ഞു, യാ മുആദ് ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, മുആദേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. വലാ തദഅ അൻ തഖൂല ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാര ശേഷവും ഈ ദുആ പറയാതെ നീ ഒഴിവാക്കരുത്. എന്താണ് ദുആ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവോട് സഹായം തേടണം.
അള്ളാഹുവിന്റെ ദിക്റിന്. എന്ത് ഇബാദത്തും അല്ലാഹുവിന്റെ വാക്കിന്റെ തൗഫീഖ് വേണം. അപ്പം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക്, അല്ലാഹുവേ നിന്നെ ദിക്ർ ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. ആ ദുആ എപ്പോഴും വേണം. മറ്റൊരു ഹദീസിൽ അതെല്ലാ സമയത്തും ചെയ്യാനുള്ള ഒരു ദുആ ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിസ്കാരത്തിന് ശേഷമുള്ള ആകാം, അതുപോലെ തന്നെ മറ്റുള്ള സമയങ്ങളിലും ഈ ദുആ പതിവാക്കാം. മറ്റൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായിട്ട് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹുവേ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക്, പെരുമാറ്റത്തിലേക്ക് നീ എന്നെ നയിക്കണം. വലാ യഹ്ദി ഇലാ അഹ്സനിഹാ ഇല്ലാ അൻത, നല്ല സ്വഭാവത്തിലേക്ക് നീ അല്ലാതെ മറ്റൊരാൾക്കും നയിക്കാൻ കഴിയില്ല. നമ്മൾ ഉണ്ടാക്കേണ്ട സ്വഭാവങ്ങൾ അല്ലാഹു നമുക്ക് നൽകണം, എന്നാലേ അത് ഉണ്ടാക്കാൻ കഴിയും. അല്ലാഹുവോട് നിരന്തരമായിട്ട് അത് ദുആ ചെയ്യാം. വസ്രിഫ് അന്നി സയ്യിഅഹാ, മോശമായ സ്വഭാവങ്ങളെ എന്നിൽ നിന്ന് നീക്കണമേ റബ്ബേ. മറ്റൊരു ദുആ, അല്ലാഹുമ്മ കമാ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, അല്ലാഹുവേ എൻ്റെ ശരീര പ്രകൃതിയെ നീ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണമേ. ദുആ ചെയ്യണം. കാരണം അത് അല്ലാഹുവിന്റെ അടുക്കലാണ്. നമ്മുടെ സ്വഭാവം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആ ദുആ. പിന്നീട് അങ്ങോട്ട് പ്രവർത്തനം, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. സഹാബാക്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ രീതിയിൽ ഹദീസുകൾ ചോദിച്ച് കേട്ട് പഠിക്കും, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും, മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കും. ഇതാണ് സഹാബാക്കളുടെ രീതി. അതായിരിക്കണം നമ്മുടെയും രീതി. ഈ കിതാബില് അദബുകൾ പറയുന്ന ഹദീസുകളാണ് കിതാബിലുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട, നാം പാലിക്കേണ്ട അദബുകൾ. അതിലാദ്യമായിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്നത് മാതാപിതാക്കളോടുള്ള അദബുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. അതിൽ അദ്ദേഹം തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബാബു ഖൗലിഹി തആല വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, സൂറത്തുൽ അൻകബൂത്തിലെ 8-ാമത്തെ ആയത്ത്. വവസ്സൈനൽ ഇൻസാന, മനുഷ്യനോട് നാം കൽപ്പിച്ചു, ബിവാലിദൈഹി ഹുസ്ന, അവന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിച്ചു. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത്. ഈ അർത്ഥത്തിൽ വരുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാൻ കഴിയും. ഫഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച തീരുമാനമാണ് അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. ഭൂമി ലോകത്ത് അർഹമായ രീതിയിൽ അല്ലാഹു അല്ലാതെ മറ്റൊരാളും ഇബാദത്ത് ചെയ്യപ്പെടാൻ പാടില്ല. അർഹമായ രീതിയിൽ ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ്. അതിന്റെ കൂടെ വബിൽ വാലിദൈനി ഇഹ്സാന, മനുഷ്യർ മാതാപിതാക്കളോട് നന്മയിൽ വർദ്ധിക്കണമെന്നും അല്ലാഹു തീരുമാനിച്ചു. ഖുൽ തആലൂ അത്ലു മാ ഹറമ അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത് അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. അതിന്റെ കൂടെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ കൽപ്പിക്കണം. അനിഷ്കുർ ലീ വലിവാലിദൈക്, നിങ്ങൾ എനിക്കും ശുക്ർ ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും ശുക്ർ ചെയ്യണം. അങ്ങനെ അല്ലാഹുവിനോടുള്ള ഹക്കിനോട് മാതാപിതാക്കളുടെ ഹക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതന്നെ മതി മാതാപിതാക്കളുടെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എത്രയുണ്ട് എന്ന് ബോധ്യപ്പെടാൻ. മഹാനായ സഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഹാബിയുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. സഹാബി മുസ്ലിമായി. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ പല പ്രാവശ്യം എതിർത്തു, പഴയതിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് അംഗീകരിച്ചില്ല. അപ്പൊ ആ ഉമ്മ പറഞ്ഞ വാക്ക്, മുഹമ്മദ് നിന്നോട് കൽപ്പിക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കാനാണ്, ഞാൻ നിന്റെ മാതാവാണ്, എന്നെ നീ അനുസരിക്കണം. ആ ഉമ്മ ഒരു ശപഥം ചെയ്തു,
എൻ്റെ മകൻ തിരിച്ച് മുഹമ്മദിനെ ഒഴിവാക്കി തിരിച്ചു വരുന്നത് വരെ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. അങ്ങനെ 3 ദിവസം കടന്നുപോയി. ആ ശപഥത്തിൽ ആ പെണ്ണ് ഉറച്ചു നിന്നു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മാതാവിന്റെ അടുക്കലേക്ക് ഒരു ദിവസം വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് 100 ആയുസ് ഉണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം എൻ്റെ മുമ്പിൽ പട്ടിണി കിടന്ന് നിങ്ങൾ മരിക്കുകയാണെങ്കിലും, 100 പ്രാവശ്യം മരിക്കുകയാണെങ്കിലും മുഹമ്മദിന്റെ മതം വിട്ട് ഞാൻ തിരിച്ചു വരൂല. ഇത് പറഞ്ഞു. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, എന്നെ അനുസരിക്കണം. മുഹമ്മദ് എന്താണ് നിന്നോട് പറയുന്നത്? മാതാപിതാക്കളെ അനുസരിക്കാനാണ്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, فلا تطعهما وصاحبهما في الدنيا معروفا وإن جاهداك على أن تشرك به. ആ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ, ശിർക്ക് ചെയ്യാൻ നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ, ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കരുത്. വല്ലാത്ത വാക്കാണ് അല്ലാഹുവിന്റെ വാക്ക്. നിന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഫലാ തുതിഉഹുമാ, നീ അനുസരിക്കരുത്. അത് മാത്രമേ ഉള്ളൂ. മുഖം കറുപ്പിച്ചൊന്നും ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയും, വസാഹിബുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിൽ അവർ രണ്ടാൾക്കാരോടും ഏറ്റവും നല്ല രീതിയിൽ നീ പെരുമാറണം. ആരോട്? ശിർക്ക് ചെയ്യാൻ പറഞ്ഞ ഒരാളോടാണ്. നീ അനുസരിക്കരുത്, മറിച്ച് നീ എന്ത് ചെയ്യണം? അനുസരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ നീ അവരോട് പെരുമാറണം. ഈ ഒരായത്ത് മതി ഉമ്മാനോടും ഉപ്പാനോടും എങ്ങനെ ആയിരിക്കണം ഒരു മകൻ പെരുമാറേണ്ടത്, ഒരു മകൾ പെരുമാറേണ്ടതെന്ന് മനസ്സിലാക്കാൻ. അത്രയും ഗൗരവമുള്ള ആയത്താണ്. ഇപ്പം ഈ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. അതാണ് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നു. ഇമാം ബുഖാരി ഹദീസ് പറയാണ്, قال الوليد بن العيزار أخبرني قال سمعت أبا عمرو الشيباني يقول حدثنا صاحب هذه الدار. താബിഈ പണ്ഡിതനാണ് അംർ ബിൻ ഷൈബാൻ. അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ഈ വീട്ടുകാരൻ, ഈ വീട്ടുടമസ്ഥൻ എനിക്ക് പറഞ്ഞു തന്നു. ആരാണ് വീട്ടുടമസ്ഥൻ? ആരാണ്? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. പണ്ഡിതന്മാർ ഈ വാക്കിനെ വിശദീകരിച്ചത്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിച്ചത് കൂഫയിലാണ്. അവസാന സമയം കൂഫയിലാണ്. ആ ഇതിലാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ മദ്ഹബ് ചേർക്കപ്പെടുന്നത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിലേക്കാണ്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കൂഫക്കാരനാണ്. അവരുടെ ശിഷ്യഗണങ്ങളിലാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നത്. ഒന്നെങ്കിൽ ഈ വീട് കൂഫയിലായിരിക്കാം, അല്ലെങ്കിൽ മദീനയിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലാണ് പിന്നീട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വാടകയ്ക്ക് താമസിച്ചത്. അപ്പോഴാണ് പറയുന്നത്, ഈ വീട്ടുടമസ്ഥൻ എനിക്ക് പറഞ്ഞു തന്നു. قال سألت النبي صلى الله عليه وسلم أي العمل أحب إلى الله. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഏതാണ്? ഈ ഭാഗം, ഈ ഹദീസിന്റെ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാബാക്കൾക്ക് ഇൽമിനോടുള്ള താല്പര്യം, അറിയാനുള്ള താല്പര്യം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്, അതറിഞ്ഞ് അത് ചെയ്യാൻ, അതാണ് താല്പര്യം. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ചോദ്യം വരുന്നത് സഹാബാക്കളിൽ നിന്ന്. നമുക്ക് അങ്ങോട്ട് വായിക്കുമ്പോൾ കുറേ ഹദീസുകൾ ആ രൂപത്തിൽ കാണാൻ കഴിയും. സഹാബാക്കളുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഖൈറിനെ പറ്റി സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അതാണ് ചോദ്യം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? ഈ ഭാഗത്ത് നമുക്ക് വേറൊരു കാര്യം കിട്ടി. അള്ളാഹുവിന് സ്നേഹിക്കുക, ഹുബ്ബ് എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിന് ഹുബ്ബ് എന്ന സിഫത്തുണ്ട്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. യുഹിബ്ബൂനഹു യുഹിബ്ബൂനഹും അല്ല യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു,
അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു. ഖുർആൻ. അപ്പൊ അള്ളാഹുവിനെ ഹുബ്ബ്, സ്നേഹിക്കുക എന്നുള്ള സിഫത്ത് അള്ളാഹുവിനുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഖുർആനാണ്. യുഹിബ്ബുകുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഈ രണ്ടായത്തിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നുണ്ട്? അള്ളാഹുവിന് ഹുബ്ബ്, സ്നേഹം എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ നിന്റെ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കും. അള്ളാഹുവിന്റെ സ്നേഹം അത് ഞാൻ ചോദിക്കും. വഹുബ്ബ മൻ യുഹിബ്ബുക, അള്ളാഹുവേ നിന്റെ ഇഷ്ടം കിട്ടിയവർ, നിന്നെ ഇഷ്ടപ്പെടുന്നവർ, അവരുടെ ഇഷ്ടത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. മുഅ്മിനീങ്ങളുടെ സ്നേഹത്തെ, ഇഷ്ടത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, നിന്റെ സ്നേഹം കിട്ടാൻ കാരണമാകുന്ന അമലിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതിന്റെ തൗഫീഖിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ ഹദീസിൽ നിന്ന് മനസ്സിലായി അള്ളാഹുവിന് സ്നേഹമെന്ന സിഫത്തുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള അമൽ ഏതെന്ന് അള്ളാഹുവിനോട് ചോദിക്കണം. ആ അമൽ തൗഫീഖ് കിട്ടാൻ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യമായിരുന്നു, അള്ളാഹുവേ നിന്റെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന അമൽ, അതിലേക്ക് നീ എന്നെ അടുപ്പിക്കണമേ. ദുആ. ആ ദുആ പ്രാവർത്തികമാക്കിയതാണ് ആര്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. റസൂലിനോട് ചോദിക്കണം, ആ ഹുബ്ബ് കിട്ടാൻ, അള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ എന്ത് ചെയ്യണം? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെയ്യണം. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഏതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ദീൻ മർത്തബകളാണ് എല്ലാം. ദീനിലെ അമൽ എല്ലാം ഒരേ മർത്തബയിലല്ല. ചിലത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ താഴെ അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് ദീനിലുള്ള അമലുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഉന ശുഅബ ഫഅഅലാഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തുൻ മിൻ ശുഅബിൽ ഈമാൻ. ഈമാൻ ശാഖ, പഠിച്ച ഹദീസല്ലേ, ഈമാനിന്റെ ശാഖകൾ. ഈമാനിന് 70ഓളം ശാഖകളുണ്ട്. ഫഅഅലാഹ, അതിൽ ഏറ്റവും ഉന്നതിയിലുള്ളത്, ഫഅഫ്ളലുഹ എന്ന് വേറെ ഹദീസ് ഉണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അപ്പോൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ്. അതില്ലെങ്കിൽ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. ഫഅദ്നാഹ, അതിൽ ഏറ്റവും താഴെ ഏതാണ്? ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, വഴിയിൽ നിന്നും തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത്. വഴിയിൽ നിന്നും തടസ്സങ്ങൾ നീക്കുന്നത് ഏറ്റവും ദറജ കുറഞ്ഞതാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിൻ ശുഅബിൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാണ്, ലജ്ജ എന്നുള്ളത്. അപ്പം ഈമാന്റെ അമലുകൾ എന്താണ്? വ്യത്യസ്തമായ അമലുകൾ, എല്ലാം ഒരേ ദറജയിലുള്ള അമലുകളല്ല. അപ്പൊ അത് സഹാബി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിക്കുക. എല്ലാ അമലും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ രണ്ട് രീതിയിലാണ് കാണാൻ കഴിയുക. ഒന്ന്, സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് അങ്ങോട്ട് ചോദിക്കും, ഏറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും ഹൈറായത് ഏതാണ്, ഏറ്റവും ഷർറ് ഏതാണ് എന്ന് സഹാബാക്കളുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി. അതൊരു രീതി. രണ്ടാമത്തേത്, സഹാബാക്കൾ ചോദിക്കാതെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കും. അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, റസൂൽ പറയാണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഒരു ഖൈറായ ഒരു അമൽ അറിയിച്ചു തരട്ടെ. വഅർഫഇഹാ ഇൻദ മലീകികും വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ ദറജകൾ ഉയർത്തുന്ന അമൽ. വഅസ്കാഹാ ഇൻദ മലീകികും, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ അമൽ. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായ അമൽ.
അതുപോലെ തന്നെ വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും ഫയദ്രിബു അഅനാഖക്കും. നിങ്ങൾ യുദ്ധക്കളത്തിൽ ജിഹാദിന്റെ സമയത്ത് ശത്രുക്കളെ കണ്ടുമുട്ടുകയും അവർ നിങ്ങളുടെ പിരടികൾ വെട്ടുകയും നിങ്ങൾ അവരുടെ പിരടികൾ വെട്ടുകയും ചെയ്യുന്നു, അഥവാ ജിഹാദ് ചെയ്യുന്നു. ആ ജിഹാദിനേക്കാൾ ഖൈറായ അമൽ സഹാബാക്കളും ബല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ നമുക്ക് അറിയിച്ചാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാഹി, അല്ലാഹുവിന്റെ ദിക്ർ. ഇതൊരു രീതിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, മറ്റൊരു രീതി സഹാബാക്കൾ ഇങ്ങോട്ട് ചോദിക്കും. ഇവിടെ ഈ ഹദീസിൽ എന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ചോദിക്കുകയാണ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വക്ത നിസ്കാരങ്ങൾക്ക് നിശ്ചിത സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാക്കിയത് സമയബന്ധിതമായിട്ടാണ്. ആ സമയത്ത് നിർവഹിക്കലാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ. അത് അല്ലാഹുവിനോടുള്ള ഹഖാണ് നിസ്കാരം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ സൂചിപ്പിച്ചു, അല്ലാഹു പറയുന്ന ഖുദ്സിയായ ഹദീസാണ്, യാ ഇബാദി ഇർകഅ ലീ അർബഅൻ, നിങ്ങൾ അടിമകളെ നിങ്ങൾ എനിക്ക് 4 റക്അത്ത് നിസ്കരിക്കുക, എനിക്ക് വേണ്ടി 4 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിച്ച് ഫി അവ്വലിൽ ലൈൽ, പകലിന്റെ ആദ്യഘട്ടത്തിൽ, പകലിന്റെ ആരംഭത്തിൽ നിങ്ങൾ എനിക്ക് 4 റക്അത്ത് എനിക്ക് വേണ്ടി നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിച്ചാൽ അക്ഫീക ആഖിറഹു, ആ പകലിന്റെ അവസാനം വരെ ഞാൻ നിങ്ങൾക്ക് മതിയായവനാകുന്നു. ഹദീസാണ്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ 4 റക്അത്ത് ഏതൊക്കെയാണ്? ഫജ്റിന്റെ 2 റക്അത്തും ഫജ്റിന്റെ സുന്നത്തായ 2 റക്അത്തും. അങ്ങനെ ആ 4 റക്അത്ത് അതൊരാൾ നിർവഹിച്ചാൽ ആ പകല് മുഴുവൻ അള്ളാഹു അവന് മതിയായവനാകുന്നു, അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തു എന്നത്. വേറൊരു ഹദീസിലുണ്ട്, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി, അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. നിസ്കാരത്തിന്റെ ഫദ്ലും നിസ്കാരത്തിന്റെ ദീനുള്ള സ്ഥാനവും പറയാം, കുറേ സമയം എടുക്കും. അത് ദീർഘമായിട്ട് വളരെ വിശാലമായിട്ടുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. രണ്ടാമത്തേത് സഹാബികൾ ഖുൽതു, ഞാൻ ചോദിച്ചു, സുമ്മ ഐ, അള്ളാഹുവിന്റെ റസൂലെ അടുത്തത് ഏതാണ്? അടുത്ത ചോദ്യം, അടുത്ത അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ബിർറുൽ വാലിദൈൻ, പിന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. ഇവിടെ ആദ്യം അള്ളാഹുവിനോടുള്ള ഹക്ക്, ഒരടിമക്ക് അള്ളാഹുവിനോടുള്ള ഹക്കാണ് നിസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആ അടിമക്ക് വരുന്ന ഹക്ക് ഏതാണ്? ഹഖുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള ഹക്കാണ്. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ കാണിക്കുക എന്നുള്ളത്. അവരോടുള്ള സംസാരത്തിലും അവരോടുള്ള പെരുമാറ്റത്തിലും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ, അവർക്ക് ഖിദ്മത്ത് എടുക്കുന്നതിൽ, സേവനം ചെയ്യുന്നതിൽ, അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കുന്നതിൽ, അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്നതിൽ, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ, മറ്റൊരാൾക്ക് മുമ്പിൽ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അതൊക്കെ ബിർറാണ്. അവരുടെ കൂട്ടുകാർക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുമ്പിൽ അവരോട് മക്കൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അതൊരു മാതാപിതാക്കൾക്ക് അഭിമാനമാണ്. അല്ല, നമ്മുടെ മക്കൾ നമ്മളോട് സ്നേഹം കാണിക്കുമ്പോൾ, ബഹുമാനം കാണിക്കുമ്പോൾ മറ്റുള്ളവർക്കിടയിൽ നമുക്കൊരു അഭിമാനമാണ്. അതുവരെ ബിർറുൽ വാലിദൈനിൽ പെട്ടതാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഒരടിമക്ക് അള്ളാഹുവിനെ കഴിച്ച്, അള്ളാഹുവിന്റെ റസൂലിനെ കഴിച്ച് ഏറ്റവും ബാധ്യതയുള്ള ആരോടാണ്? ഉമ്മാനോടാണ്. അത് കഴിഞ്ഞിട്ടാണ് പിതാവ്. ആ ഉമ്മാനോട് പല രീതിയിലും സംസാരിക്കും. ഉമ്മാരുടെ ശബ്ദം ഉയർത്താൻ പാടില്ല, ദേഷ്യം പിടിച്ച് കണ്ണോട് ഉയർത്തി ഉമ്മാരുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. അതൊക്കെ ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി പുറത്തു വന്നാലോ
കൂട്ടുകാരോട് നാട്ടുകാരോട് ഏറ്റവും സോഫ്റ്റ്, ഏറ്റവും നല്ല പെരുമാറ്റം, തിരിച്ചുകൊണ്ടല്ലാതെ സംസാരിക്കൂല, നല്ലതല്ലാതെ പറയില്ല, നല്ല സ്നേഹത്തിന്റെ വാക്കുകൾ, പുഞ്ചിരിച്ച വാക്കുകൾ. ഉമ്മാനടുത്ത്, വീട്ടിൽ ഉമ്മാനടുത്ത് ഉമ്മാൻ ഉപദ്രവിക്കുന്നില്ലെങ്കിലും ഈ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നില്ലെങ്കിൽ അത് ഗർവല്ല. നമ്മൾ വിചാരിക്കും ഉമ്മാൻ ഉപദ്രവിക്കുന്നില്ല, എൻ്റെ ഉമ്മാനെ പ്രയാസപ്പെടുത്തുന്നില്ല. പക്ഷെ സ്നേഹപ്രകടനങ്ങളും ഉമ്മാനോടുള്ള കരുണ കാണിക്കലും വാത്സല്യം കാണിക്കലും അതൊന്നുമില്ലെങ്കിൽ അത് ഗർവല്ല. എല്ലാം കാണിക്കണം. നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തെങ്കിലും പ്രയാസമുണ്ട്, ഓരോന്നിനും എങ്ങനെയാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യേണ്ടതെന്ന് അറിയിക്കുന്ന ഓരോ രീതിയിലുള്ള ഹദീസ് ഇൻഷാല്ലാഹ് വരുന്നുണ്ട്. ഓരോ രീതിയിലും വരുന്നുണ്ട്. നമ്മുടെ അവസ്ഥ അതാണ്. വീട്ടിലുള്ള ഉമ്മാനോട് ഉപ്പാനോട് കാണിക്കാത്ത ബഹുമാനം പുറത്തുള്ളവരോട് കാണിക്കുന്നു. അവരോട് കാണിക്കാത്ത സ്നേഹവും വാത്സല്യവും നാം പുറത്തുള്ളവരോട് കാണിക്കുന്നു. അതെന്ത് മക്കളാണ്? അങ്ങനെയല്ല ആവേണ്ടത്. ഉമ്മാനോട് ഉപ്പാനെയും കാണിക്കാത്ത ആദരവും ബഹുമാനവും മറ്റുള്ളവർക്ക് മുമ്പിൽ നാം പ്രകടിപ്പിക്കുന്നു. അവർക്ക് മുമ്പിൽ കാണിക്കാത്ത വിനയം നമ്മൾ മറ്റൊരാൾക്ക് മുമ്പിൽ കാണിക്കുന്നു. ഉമ്മാനെ ഉപ്പാനെ മുമ്പിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നു. മറ്റുള്ളവർക്ക് മുമ്പിൽ ശബ്ദം താഴ്ത്തി വിനയത്തോടെ നാം സംസാരിക്കുന്നു. ഇതാണ് ഇന്നത്തെ സമൂഹം. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് വേണ്ടത്. അതാണ് മാതാപിതാക്കളോടുള്ള നന്മ എന്ന് പറയുന്നത്. സഹാബി വീണ്ടും ചോദിച്ചു, ഖുൽതു സുമ്മ അയ്യ. സഹാബി വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ പിന്നേതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ്. ജിഹാദ് എന്നാൽ അൻ തകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, ദീനിന് വേണ്ടിയിട്ട് പോരാടുക, അതാണ് ജിഹാദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ള മറുപടിയിൽ ജിഹാദിനേക്കാൾ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ മുന്തിച്ചു. കാരണം ജിഹാദിന് പുറപ്പെടണമെങ്കിൽ ആരുടെ അനുവാദം വേണം? മാതാപിതാക്കളുടെ അനുവാദം നിർബന്ധമാണ്. മാതാപിതാക്കളുടെ അനുവാദമില്ലെങ്കിൽ അവന് ജിഹാദ് നിർബന്ധമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സഹാബാക്കളെയും തിരിച്ചയച്ചിട്ടുണ്ട്. ഫർജിഅ ഇലൈഹിമാ ഫജാഹിദ് ഫീഹിമാ, തിരിച്ചു പോയിട്ട് നീ അവരിൽ ജിഹാദ് ചെയ്യും. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജിഹാദ് ആദ്യം മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. മാതാപിതാക്കളുടെ ഖിദ്മത്താണ് ആദ്യത്തെ ജിഹാദ്, അതിനുശേഷമാണ് മറ്റുള്ള ജിഹാദ്. ഒരു മകനെ സംബന്ധിച്ചോളം അതാണ്. അപ്പൊ ആ ചോദ്യത്തിൽ നിന്നും ഒരു മകനെ സംബന്ധിച്ചുള്ള മറുപടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് നിസ്കാരം. രണ്ടാമത്തത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. 3 അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത്. മറ്റു സഹാബി പറയാം, ഹദ്ദസനി ബിഹിന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ, വലവിസ്തസത്തുഹു ലസാദനി, സഹാബി പറയാം, ഞാൻ ഇനിയും ചോദിക്കുമായിരുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇനിയും മറുപടി നൽകുമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചോദ്യം നിർത്തി. ആദ്യം ചോദിച്ചു ഏതാണ് ഇഷ്ടം, മറുപടി വന്നു. പിന്നെ ഏതാണ്, മറുപടി വന്നു. പിന്നെ ഏതാണ്, മറുപടി വന്നു. സഹാബി പറയാം, ഇനിയും ഞാൻ ചോദിക്കുകയാണെങ്കിൽ, പിന്നെ ഏതാണ്, അടുത്ത ഏതാണ് ചോദിക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മറുപടി നൽകുമായിരുന്നു. അത് സഹാബാക്കള് റസൂലിനോട് കാണിക്കുന്ന ഒരു അദബാണ്. പ്രയാസപ്പെടുത്തൂല. റസൂലിന്റെ സമയത്തെ അവർ പരിഗണിക്കും. അധികരിച്ച ചോദ്യം കൊണ്ട് അല്ലാതെ റസൂലിനെ വീർപ്പ് മുട്ടിക്കൂല. ഞാൻ ചോദിക്കുമായിരുന്നെങ്കിൽ റസൂൽ എനിക്ക് മറുപടി നൽകുമായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചില്ല. റസൂലിന്റെ സമയത്തെ ബഹുമാനിച്ചു, റസൂലിനെ പ്രയാസപ്പെടുത്തിയില്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബാണ്. അങ്ങനെ ആയിരിക്കണം വിദ്യാർത്ഥികൾ. അധികരിച്ച ചോദ്യം കൊണ്ട് ഉസ്താദിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അധികരിച്ച ചോദ്യം അത് ആരാണെങ്കിലും അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ സമയത്തെ പരിഗണിക്കണം, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പരിഗണിക്കണം. ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ മറ്റൊരാളുടെ സമയത്തിലേക്ക് കടന്നു ചെല്ലാൻ. എല്ലാ മേഖലയിലും അത് ആവർത്തിക്കേണ്ട ഒരു അദബാണ്. നമ്മൾ മറ്റൊരാളുമായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ അയാളുടെ സമയത്തെ പരിഗണിച്ചായിരിക്കണം നമ്മുടെ ഇടപാട്. അതൊരു അദബാണ്. അതാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. സഹാബി അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു
റസൂലിനോട് കാണിച്ച അതവാണ്. നമ്മൾ ഫോൺ വിളിക്കുന്ന സമയം, വിശേഷണങ്ങൾ ചോദിക്കാൻ വിളിക്കുന്ന സമയം, ജോലി ആവശ്യങ്ങൾക്ക് വിളിക്കുന്ന സമയം, അതൊക്കെ പരിഗണിക്കണം. മറ്റൊരാളുടെ സമയത്തെ പരിഗണിച്ച് വേണം അവരുടെ സമയത്തിലേക്ക് നാം കടന്നു ചെല്ലേണ്ടത്. അത് മുസ്ലിം പാലിക്കേണ്ട ഒരു അതവാണ്, ഒരു മര്യാദയാണ്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, عن عبد الله بن عمر رضي الله عنه قال رضا الرب في رضا الوالد وسخط الرب في سخط الوالد. അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ തൃപ്തി, അത് മാതാപിതാക്കളോടുള്ള തൃപ്തി, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ഒരു മകനെ മാതാപിതാക്കൾ തൃപ്തിപ്പെട്ടാൽ, അവൻ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടും. ഒരു മകനെ മാതാപിതാക്കൾ വെറുത്താൽ, അവനോട് ദേഷ്യം പ്രകടിപ്പിച്ചാൽ, അള്ളാഹു അവനെ വെറുക്കും, അള്ളാഹു അവനോട് ദേഷ്യം പ്രകടിപ്പിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തജാബു ദുആ ആരൊക്കെയാണെന്ന് പഠിപ്പിച്ചു. ദുആക്ക് ഉത്തരം കിട്ടുന്ന ആൾക്കാർ. അതിലൊന്ന് ദഅവത്തുൽ വാലിദി അലൽ വലദ്, അതുപോലെ തന്നെ ദഅവത്തുൽ വാലിദി ലിൽ വലദ്. മാതാപിതാക്കൾ മക്കൾക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന ദുആ, അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ദുആ. മാതാപിതാക്കൾ മക്കൾക്ക് പ്രതികൂലമായിട്ട് എതിരെ ചെയ്യുന്ന ദുആ, അതും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ദുആക്ക് പ്രതീക്ഷിക്കുക. അപ്പൊ മാതാപിതാക്കളോട് തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. അള്ളാഹു അതിനെയും മാതാപിതാക്കളുമായിട്ട് ചേർത്തു. അള്ളാഹുവിന്റെ തൃപ്തിയെ മാതാപിതാക്കളുടെ തൃപ്തിയുമായിട്ട് അള്ളാഹു ചേർത്തു. മാതാപിതാക്കളുടെ ദേശത്തെ അള്ളാഹുവിന്റെ ദേശത്തോട് അള്ളാഹു ചേർത്തു. അപ്പൊ ആ ഒരു സ്ഥാനത്ത് മാതാപിതാക്കൾ നമ്മൾ കാണും. നമ്മളെ പെരുമാറ്റത്തിൽ ഏറ്റവും നന്മ കാണിക്കേണ്ടത് മാതാപിതാക്കളോടാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റാരും വരുന്നുള്ളൂ. അതിൽ ഉമ്മയോടാണ് അധികം. അടുത്ത ഹദീസ് അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ അബിറു ഖാല ഉമ്മക്. സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മക്, നിന്റെ ഉമ്മാനോടാണ്. ഖുൽതു മൻ അബിറു. സഹാബി പറയാണ്, ഞാൻ പിന്നെയും ചോദിച്ചു, ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മക്. ഖുൽതു, ഞാൻ പിന്നെയും ചോദിച്ചു. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മക്, നിന്റെ ഉമ്മാനോട്. 3 പ്രാവശ്യം ഞാൻ ചോദ്യം ആവർത്തിച്ചു. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ അതേ മറുപടി ആവർത്തിച്ചു, നിന്റെ ഉമ്മാനോടാണ് നിനക്ക് ഏറ്റവും കടപ്പാട്. ഖാല. പിന്നെ ഞാൻ 4മതായി ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബാക, നിന്റെ പിതാവിനോടാണ്. പണ്ഡിതന്മാർ അതിന് 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഉമ്മ ഗർഭിണിയായിരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്നു. അത് ഉമ്മാക്ക് മാത്രമുള്ളതാണ്, ഉപ്പ അത് ഏറ്റെടുക്കുന്നില്ല. ഗർഭിണിയാവുക, പ്രസവിക്കുക, അത് പ്രയാസമാണ്, വേദനയാണ്. രണ്ടാമത്തേത് 2 വയസ്സ് വരെ പാല് കൊടുക്കുക, അതും പ്രയാസം, അത് ഉപ്പാക്കില്ല, ഉമ്മാക്ക് മാത്രം. മൂന്നാമത്തേത് പിന്നീട് അങ്ങോട്ട് പ്രായപൂർത്തിയാകുന്നത് വരെ ഉപ്പാന്റെ കൂടെ തർബിയത്ത്, മക്കളെ വളർത്തുക എന്നുള്ളത്. ഈ 3 കാര്യത്തിലും ഉമ്മ മുൻപന്തിയിലുണ്ട്. ആ ഉമ്മക്ക് ആ സ്ഥാനം അള്ളാഹു നൽകിയതാണ്, ദീൻ നൽകിയ സ്ഥാനമാണ്. അത് നമ്മളും നൽകണം. 4മത്തേതാണ് ഉപ്പ. തുമ്മൽ അഖറബ ഫൽ അഖറബ, പിന്നെ അടുത്ത കുടുംബക്കാർ. അത് അങ്ങനെ ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ നന്മകൾ ചെയ്യേണ്ടത്. അടുത്തൊരു ഹദീസ്, عن ابن عباس رضي الله عنه أنه أتاه رجل. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു, ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖതബ്തു ഇംറഅതൻ ഫഅബത് അൻ തൻകിഹനി. ഞാൻ ഒരു പെണ്ണിനെ വിവാഹം അന്വേഷിച്ചു, ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ വിവാഹം അന്വേഷിച്ചു. ഫഅബത് അൻ തൻകിഹനി, പക്ഷെ ആ പെണ്ണ് എന്നെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും വിസമ്മതം കാണിച്ചു, എന്നെ ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ചു. വഖതബഹാ ഗൈരി, ആ സമയത്താണ് മറ്റൊരാൾ പോയി ആ പെണ്ണിനെ വിവാഹാഭ്യർത്ഥന നടത്തുന്നത്. ഫഅഹബ്ബത് അൻ തൻകിഹഹു, അവൾ അവനെ സ്വീകരിക്കുകയും
അനുവാദം നൽകുകയും ചെയ്തു. ആ വിവാഹത്തിന് അനുവാദം നൽകുകയും ചെയ്തു. ഫഗിർതു അലൈഹ, ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു. ആദ്യത്തെ ആൾ പറയണം, ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് നൽകിയില്ല, എന്നെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് അവരുമായിട്ട് വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. ഫഗിർതു, എനിക്ക് ദേഷ്യം വന്നു. ഫഖതൽതുഹ, ഞാൻ അവളെ കൊന്നു. ആ ദേഷ്യം ഞാൻ തീർത്തു, ഞാൻ അവളെ കൊന്നു. ഫഹൽ ലീ മിൻ തൗബത്തിൻ, ആ വ്യക്തി വന്നത് അതിനാണ്, എനിക്ക് തൗബയുണ്ടോ എന്നറിയാൻ. ഇങ്ങനെ സംഭവങ്ങൾ നടന്നു, ഞാൻ ആ പെണ്ണിനെ കൊന്നു. പിന്നെ ഇബ്നു അബ്ബാസിന്റെ അടുക്കലേക്ക് ഒന്ന് ചോദിക്കാൻ, ഫഹൽ ലീ മിൻ തൗബത്തിൻ, എനിക്ക് തൗബയുണ്ടോ, തൗബക്ക് അവസരമുണ്ടോ? അപ്പം ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഉമ്മുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ ചോദിച്ചതെന്താണ്, എനിക്ക് തൗബക്ക് അവസരമുണ്ടോ എന്നാണ്. തിരിച്ചു ചോദിച്ചത് ഉമ്മുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല ലാ. അപ്പൊ വന്ന വ്യക്തി പറഞ്ഞു, ഇല്ല, എൻ്റെ ഉമ്മ മരണപ്പെട്ടു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, തുബ് ഇലല്ലാഹി അസ്സ വജല്ല വതഖറബ് ഇലൈഹി മസ്തതഅത, നീ അല്ലാഹുവിനോട് തൗബ ചെയ്യുക, കഴിവിന്റെ പരമാവധി അമലുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുക. തൗബയുണ്ട്, തൗബ ചെയ്ത് പിന്നീട് അങ്ങോട്ട് നന്മകൾ അധികരിപ്പിച്ച് നീ അല്ലാഹുവിലേക്ക് അടുക്കുക. ആ വന്ന വ്യക്തി പറയാണ്, ഫദഹബ്തു, അങ്ങനെ പറഞ്ഞ് ഞാൻ തിരിച്ചുപോയി. ഫസഅൽതു ഇബ്നു അബ്ബാസ് ലിമ സഅൽതഹു അൻ ഹയാതി ഉമ്മിഹി. അപ്പം കൂടെ ഉണ്ടായ ആൾ പറയാണ്, ഇബ്നു അബ്ബാസിന്റെ കൂടെ ഉണ്ടായ ആൾ പറയാണ്, ആ വന്ന വ്യക്തി ചോദിച്ച് അദ്ദേഹം മറുപടി കിട്ടിയപ്പോൾ അദ്ദേഹം തിരിച്ചു പോയപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, അദ്ദേഹം ചോദിച്ചത് തൗബയുണ്ടോ എന്നാണ്. പിന്നെ താങ്കൾ തിരിച്ചു ചോദിച്ചു അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ, എന്താണ് കാരണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ. മാതാവിന് നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന ഒരു അമല് എനിക്കറിയുകയില്ല. അള്ളാഹിന്റെ തൃപ്തി കിട്ടാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട അമൽ എന്താണ്? ബിർറുൽ വാലിദ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. ജീവിച്ചിരിക്കുന്നവർ അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുക, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നല്ല വാക്കുകൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക, നല്ല പെരുമാറ്റങ്ങൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ കൂട്ടുകാരെ കാണുക, അവരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുക, അവരെ ബഹുമാനിക്കുക. അതൊക്കെ മാതാപിതാക്കളുള്ള നന്മയിൽപ്പെട്ടതാണ്. അപ്പം അള്ളാഹുവിനെ കടുപ്പിക്കുന്ന ഒരു വലിയൊരു അമലാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത്. അടുത്തൊരു ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാ മിൻ മുസ്ലിമിൻ ലഹു വാലിദാനി മുസ്ലിമാൻ, ഒരു മുസ്ലിമായ ഒരു വ്യക്തി, അവർക്ക് മാതാപിതാക്കളുണ്ട്, യുസ്ബിഹു ഇലൈഹിമാ മുഹ്തസിബൻ ഇല്ലാ ഫതഹ ലഹു അല്ലാഹു ബാബൈൻ യഅനി മിനൽ ജന്നഹ്. എല്ലാ ദിവസവും രാവിലെ അവൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുന്നു. അങ്ങനെ നന്മ ചെയ്യുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലുള്ള 2 വാതിലുകൾ അവന് വേണ്ടി തുറക്കപ്പെടും. വഇൻ കാന വാഹിദൻ ഫവാഹിദു, ആ മാതാപിതാക്കളിൽ ഒരാൾ മാത്രമാണെങ്കിൽ സ്വർഗത്തിലുള്ള ഒരു വാതിൽ അവന് വേണ്ടി തുറക്കപ്പെടും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ അഗ്ളബ അഹദഹുമാ, അവർ രണ്ടാൾ ഇവന് അവരോട് ദേഷ്യം വെച്ച് പുലർത്തുകയാണെങ്കിൽ, 2 മാതാപിതാക്കളുണ്ട്, ഇവൻ അവരോട് ദേഷ്യം വെച്ച് പുലർത്തുകയാണ്, ദേഷ്യത്തിലാണ്, മാതാപിതാക്കളോട് വെറുപ്പിലാണ്, ലം യർളല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ തൃപ്തി അവന് കിട്ടുകയില്ല. ഒരു ഗൗരവം ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയാണ്. കൂട്ടുകാർ പരസ്പരം പിണങ്ങുന്നത് പോലെ, കൂട്ടുകാർ പരസ്പരം തെറ്റി നിൽക്കുന്നത് പോലെയാണ് മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്നവർ കുറേ ഉണ്ട്. ചെറിയ ചെറിയ കാരണങ്ങൾ, ദുനിയാവിന്റെ കാരണങ്ങളാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതിന്റെ പേരിൽ മാതാപിതാക്കളെ വീട്ടിൽ നടക്കി വിട്ടവരുണ്ട്, അവരോട് ദേഷ്യം കാണിക്കുന്നവരുണ്ട്, മിണ്ടാതിരിക്കുന്നവരുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ കോപത്തിനിരയാക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹുവിന് ദേഷ്യം ഉണ്ടാക്കുന്ന, അള്ളാഹുവിനോട് കോപം ഉണ്ടാക്കുന്ന, നല്ല തൃപ്തി ഇല്ലാതിരിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഉമ്മത്ത് മനസ്സിലാക്കണം.
മാതാപിതാക്കൾക്ക് ദേഷ്യം കാണിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെടുകയില്ല. ഹത്താ യർദാ അൻഹു, മാതാപിതാക്കൾ അവരെ തൃപ്തിപ്പെടുന്നത് വരെ. അപ്പം ഒരു സഹാബി ചോദിച്ചു, വഇൻ ളലമാഹു, ആ മാതാപിതാക്കൾ അവനോട് ദുൽമ ചെയ്താലോ? മാതാപിതാക്കള് ആ മകനോട് എന്തെങ്കിലും അക്രമം കാണിച്ചാൽ, ദുൽമ ചെയ്താൽ, അപ്പോഴും അവനോട് നന്മ വർത്തിക്കണോ എന്നുള്ള ചോദ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ളലമാഹു, മാതാപിതാക്കൾ ആ മകനോട് ദുൽമ ചെയ്താണെങ്കിലും ശരി, ഇവൻ അങ്ങോട്ട് വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല. നമ്മൾ ചില ആൾക്കാരുണ്ട്, വാപ്പാനെ കുറ്റായിരിക്കും, ചിലപ്പോൾ വാപ്പ ചെയ്ത അബദ്ധമായിരിക്കും, അതും പറഞ്ഞ് വാപ്പാനോട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന മക്കളുണ്ട്. ആ മാതാപിതാക്കളോട് ഇവനോട് ദുൽമ ചെയ്താൽ പോലും ഇവൻ അങ്ങോട്ട് എങ്ങനെയായിരിക്കണം? ഒരു മകനായി പ്രവർത്തിക്കണം. അതാണ് ദീൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഉപ്പ ചെയ്തത് തെറ്റല്ലേ, ഉമ്മ ചെയ്തത് തെറ്റല്ലേ, ഉമ്മ അങ്ങനെ ആക്കാൻ പാടില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞ് ആ ബന്ധം അവസാനിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതിൽ ഉമ്മാനോട് ദേഷ്യം കാണിക്കാൻ, ഉപ്പാനോട് ദേഷ്യം കാണിക്കാൻ ഒരു മകനും സാധ്യമല്ല. വഇൻ ളലമാഹു, ആ മാതാപിതാക്കൾ അവനോട് ദുൽമ ചെയ്തതാണെങ്കിലും ശരി, അവൻ എന്ത് ചെയ്യണം? അവരോട് നന്മയിൽ വർത്തിക്കണം എന്നാണ് ഈ ഹദീസിൽ നിന്നും കിട്ടുന്നത്. അടുത്തൊരു ഹദീസ്, ബാബു ലീനിൽ കലാമി ലിവാലിദൈഹി, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ മൃദുലമായി സംസാരിക്കണം. ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ശബ്ദം ഉയർത്താൻ പാടില്ല മാതാപിതാക്കളുടെ മുമ്പിൽ. അതിന് കൊടുത്ത ഹദീസ്, തൈസലത്തു ബിനു മയ്യാസ് ഖാല കുന്തു മഅൻ നജദാതി ഫഅസബ്തു ദുനൂബൻ ലാ അറഹാ ഇല്ലാ മിനൽ കബായിർ. തൈസലത്തു ബിനു മയ്യാസ് അദ്ദേഹം പറയാണ്, ഞാൻ ഖവാരിജികളുടെ കൂടെയായിരുന്നു. നജ്ദാത്ത് എന്ന് പറഞ്ഞാൽ ഖവാരിജികളുടെ പ്രത്യേകത, അവർ ചെറിയൊരു കാര്യം പോലും ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായിട്ട് എന്ത് ചെയ്യും? കാഫറാക്കും. അതാണ് ഖവാരിജികൾക്ക് പഴച്ചു പോയത്. ഒരു ചെറിയൊരു തെറ്റ് ചെയ്താൽ അതിന്റെ പേരിൽ എന്ത് ചെയ്യും? കാഫറാക്കും. അപ്പൊ അദ്ദേഹം അവരുടെ കൂടെ കുറെ വർഷം ജീവിച്ചിരുന്നു. അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഫദകർതു ദാലിക ലിബ്നി ഉമർ ഫഖാല മാ ഹിയ. അപ്പൊ അദ്ദേഹത്തിന് ചെറിയ ചെറിയ തെറ്റുകളെ കാണുമ്പോൾ അതൊക്കെ വൻ പാപമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ ഉമറിനോട് ചോദിച്ചു, എന്താണ് ഈ വൻ പാപങ്ങൾ? അപ്പൊ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു മറുപടി പറഞ്ഞു, ലൈസത് ഹാദിഹി മിനൽ കബായിർ, നീ പറയുന്ന ഈ കാര്യങ്ങളൊന്നും കബായിർ അല്ല, വൻപാപമല്ല. വൻപാപം എന്ന് പറഞ്ഞാൽ ഹുന്ന തിസ്ഉൻ, അത് എത്രയാണ്? 9. ഒന്ന് അൽ ഇശ്റാഖു ബില്ലാഹി, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുക. 2 വഖത്ലു നസമതി, ഒരു മുഅ്മിനായ ഒരു വ്യക്തിയെ കൊല്ലുക. വൽ ഫിറാറു മിനസ് സഹ്ഫി, 3 യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക. 4 വഖദ്ഫുൽ മുഹ്സനതി, ചാരിത്രമുള്ള പെണ്ണിനെ അപവാദം പറയുക. 5 വഅക്ലു റിബ, പലിശ തിന്നുക. 6 വഅക്ലു മാലിൽ യതീം, യതീമക്കളുടെ സ്വത്ത് അപഹരിക്കുക. 7 വഇൽഹാദുൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ നിന്നും കുഫറിന്റെ കാര്യങ്ങൾ ചെയ്യുക, അഥവാ മസ്ജിദുൽ ഹറാമിൽ നിന്നും കുഫറിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക. വല്ലദീ യസ്തസ്ഖിറു വബുകാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, അതുപോലെ തന്നെ ദീനിനെ പരിഹസിക്കുക. പിന്നെ ബുകാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, മക്കളുടെ പ്രവർത്തനം മൂലം വേദനിച്ചുകൊണ്ടുള്ള മാതാപിതാക്കളുടെ കരച്ചിൽ. ആ മക്കൾ ചെയ്യുന്നത് കബായിറാണ്. നമ്മളൊരു പ്രവർത്തനം ചെയ്തു, ആ ചെയ്തതിന്റെ പേരിൽ വേദനിച്ച് നമ്മുടെ മാതാപിതാക്കൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് കബീറത്താണ്, കബായിറാണ്. തൗബയില്ലാതെ മാപ്പാക്കപ്പെടുകയില്ല. കബായിറു ദുനൂബ്, അത് തൗബയില്ലാതെ മാപ്പാക്കപ്പെടുകയില്ല. അത്രയും വലിയ ഗൗരവമുള്ള വിഷയം. നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാതാപിതാക്കൾ വേദനിച്ചാൽ, നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാതാപിതാക്കൾ പ്രയാസപ്പെട്ടാൽ, കരഞ്ഞാൽ, അത് തൗബയിലൂടെ മാത്രമേ മാപ്പാക്കപ്പെടുകയുള്ളൂ. പറയണം, ഖാല ലി ഇബ്നു ഉമറ,
ഈ 9 കാര്യങ്ങൾ എണ്ണിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അതഫറഖു മിനൻ നാരി, നീ നരകത്തെ പേടിക്കുന്നുണ്ടോ? വതുഹിബ്ബു അൻ തദ്ഖുലൽ ജന്ന, നീ നരകത്തെ പേടിക്കുകയും സ്വർഗപ്രവേശനം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ഖുൽതു ഈ വല്ലാഹി, ഞാൻ പറഞ്ഞു വല്ലാഹി ഞാൻ ഇഷ്ടപ്പെടുന്നു. നരകത്തിൽ നിന്നും പേടിക്കുകയും സ്വർഗപ്രവേശനം ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അബ്ദുല്ലാഹി പറഞ്ഞു, അഹയ്യുൻ വാലിദാക, അവിടെയും അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു ചോദിക്കാണ്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഖുൽതു ഇൻദി ഉമ്മി, അപ്പൊ ആ വന്ന വ്യക്തി പറഞ്ഞു, അതെ എൻ്റെ അടുക്കൽ എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഖാല ഫവല്ലാഹി, അപ്പൊ ആ വ്യക്തിയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, നീ നരകത്തെ പേടിക്കുകയും സ്വർഗപ്രവേശനം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണോ? അപ്പൊ അതേന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചു ചോദിച്ചു, നിന്റെ ഉമ്മ അല്ലെങ്കിൽ പിതാവ് ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇൻദി ഉമ്മി, എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഖാല, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി ലൗ അലൻത ലഹൽ കലാമ വഅതഅംതഹാ അത്ത്അാമ ലതദ്ഖുലുന്നൽ ജന്നത മജ്തനബതൽ കബായിറ, നീ അവരോട് മയമായി സംസാരിച്ചാൽ, അല്യൻ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് മൃദുലമായിട്ട് നീ അവരോട് സംസാരിക്കുകയാണെങ്കിൽ, വഅതഅംത അത്ത്അാമ, അവർക്ക് നീ ഭക്ഷണം നൽകുകയാണെങ്കിൽ, ലതദ്ഖുലന്നൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, മജ്തനബതൽ കബായിറ, വൻ പാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ. അപ്പൊ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു അമലാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത്. അവരോടുള്ള സംസാരം അല്യനായിരിക്കണം. ഖുർആനും ആ രീതിയിലാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഖുല്ലഹുമ ഖൗലൻ കരീമൻ, വളരെ മാന്യമായിട്ടായിരിക്കണം അവരോടുള്ള സംസാരം. ശബ്ദം ഉയർത്തരുത്, ഉച്ചത്തിലാകരുത്, അവരെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്, അവരെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്, അവരെ സന്തോഷിപ്പിക്കുന്ന സമാധാനം ഉണ്ടാക്കുന്ന അവർക്ക് സ്നേഹം തോന്നുന്ന ആ രീതിയിലുള്ള വാക്കുകളായിരിക്കണം മാതാപിതാക്കളോട് നാം ഉപയോഗിക്കേണ്ടത്, അവരോട് സംസാരിക്കേണ്ടത്. അതാണ് മാതാപിതാക്കളോടുള്ള ഹക്ക്, ബാധ്യത. നമ്മൾ മനസ്സിലാക്കുക, സ്വയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, പറഞ്ഞുകൊടുക്കുക. അറിയാത്തവരുണ്ടാവും, തിരിയാത്തവരുണ്ടാവും, ഇതൊന്നും അറിയാം, ഇതൊന്നും ഒരുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരുണ്ടാവും, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടാവും, വേദനിപ്പിക്കുന്നവരുണ്ടാവും, അവരോട് മോശമായി സംസാരിക്കുന്നവരുണ്ടാവും, ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കാത്തപ്പോൾ, താല്പര്യങ്ങൾക്ക് കൂടെ നിൽക്കാത്തപ്പോൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരുണ്ടാവും, ചീത്ത വിളിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക മാതാപിതാക്കളുടെ സ്ഥാനം. ഉപ്പ ചെറിയ ദേഷ്യത്തിലായിരിക്കും, അതിൻ്റെ പേരിൽ തിരിച്ചുപ്പാനോട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന മക്കളുണ്ടാവും. ഉമ്മ എതിരിൽ നിന്നതിൻ്റെ പേരിൽ ഉമ്മാനോട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന മക്കളുണ്ടാവും. അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. സ്വയം നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ കേട്ടതുപോലെ അമൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.